എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വേൾഡ് ഡിസൈനിംഗ് ഫോറം, അതായത് WDF സംഘടിപ്പിക്കുന്ന നാഷണൽ ഡിസൈനർ അവാർഡ്സ് 2025 കുറിച്ചാണ്. അതെ, ഇതിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി നോക്കുന്നത്. ഇന്ത്യൻ ഫാഷൻ ഡിസൈനർമാർക്ക് ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും. ഇതൊരു സാധാരണ അവാർഡ് ഷോ അല്ല. ഇത് 8ാമത്തെ സീസണാണ്. 2025 ഡിസംബറിലെ ഗോവയിൽ വെച്ചാണ് നടക്കുന്നത്. ശരിക്കും കഴിവുള്ള ഡിസൈനർമാർക്ക് ഒരു ദേശീയ ശ്രദ്ധ കിട്ടാനും അവരുടെ കരിയർ ബിൽഡ് ചെയ്യാനും പിന്നെ നമ്മുടെ ഇന്ത്യൻ കരകൗശല വിദ്യകളൊക്കെ പ്രൊമോട്ട് ചെയ്യാനും പറ്റിയൊരു നല്ല വേദിയാണ്. അതെ അതെ. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന്റെയൊക്കെ പിന്തുണയുണ്ട്. പ്രമുഖ ഫാഷൻ സ്ഥാപനങ്ങളും സഹകരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാമല്ലോ. പങ്കെടുക്കാൻ പറ്റുക നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണോ, അതോ പുതിയ ആളുകൾക്കും ഇതിൽ വരാൻ പറ്റുമോ? അതാണ് ഇതിന്റെ ഒരു പ്രധാന കാര്യം. 2 പ്രധാന കാറ്റഗറികളുണ്ട്. ഒന്ന് എമേർജിംഗ് ഡിസൈനർമാർ, അതായത് ഈ ഫീൽഡിലേക്ക് പുതിയതായിട്ട് വരുന്നവർ, ചിലപ്പോൾ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്നവർ, ഏകദേശം ഒരു 0 തൊട്ട് 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർ. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഫോർമൽ വിദ്യാഭ്യാസം, അതായത് ഡിഗ്രി വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നല്ല ക്രിയേറ്റിവിറ്റി, പുതിയ ഐഡിയാസ്, ഒരു വളരാനുള്ളൊരു മൈൻഡ് സെറ്റ് അതൊക്കെ വേണം. അപ്പോൾ ഫ്രഷേഴ്സിനും സ്റ്റാർട്ടപ്പുകൾക്കും ഒക്കെ നല്ലൊരു ചാൻസ് ആണ്. അതെ. 2ാമത്തെ വിഭാഗം എസ്റ്റാബ്ലിഷ്ഡ് ഡിസൈനർമാർ, 5 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർ, കുറച്ചുകൂടി ഈ ഫീൽഡിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്തവർ. അവരിൽ നിന്ന് കുറച്ചുകൂടെ എക്സ്പെക്റ്റ് ചെയ്യും. നല്ല വർക്ക് ക്വാളിറ്റി, പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാനുള്ള കഴിവ്, ഒരു ബ്രാൻഡ് എന്ന നിലയ്ക്കുള്ള ഒരു വളർച്ച, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈനർ എന്നൊരു വിഭാഗം കൂടിയുണ്ട്. അപ്പോൾ പോർട്ട്ഫോളിയോ 2 കൂട്ടർക്കും പ്രധാനമാണ്, പക്ഷേ പ്രതീക്ഷകളിൽ വ്യത്യാസമുണ്ടാകും. എമേർജിംഗ് കാറ്റഗറിക്ക് വിദ്യാഭ്യാസം നിർബന്ധമില്ല എന്നത് ഒരുപാട് പേർക്ക് നല്ലൊരു കാര്യമാണ്. ശരി, അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപേക്ഷിക്കേണ്ടത് WDFന്റെ വെബ്സൈറ്റ് വഴിയാണ്. പൂർണ്ണമായും ഓൺലൈനാണ് പ്രോസസ്സ്. നിങ്ങളുടെ ഡിസൈൻ കോൺസെപ്റ്റ്, അതിന്റെ ഒരു മൂഡ് ബോർഡ്, അതായത് അതിന്റെ ഒരു ഫീൽ, കളർ പാലറ്റ് ഒക്കെ കാണിക്കുന്നത്. ഒരു ഇൻസ്പിറേഷൻ ബോർഡ്. അതെ. പിന്നെ സ്റ്റോറി ബോർഡ്, നിങ്ങളുടെ ഡിസൈനിന്റെ ഒരു കഥ പോലെ അവതരിപ്പിക്കുന്നത്. പിന്നെ തീർച്ചയായും ഡിസൈൻ സ്കെച്ചുകൾ. ഇതൊക്കെയാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. ഇവന്റിനൊരു 15 ദിവസം മുൻപെങ്കിലും സബ്മിറ്റ് ചെയ്യണം. കാറ്റഗറി തിരഞ്ഞെടുക്കാൻ പറ്റുമോ, ഏത് തരം ഡിസൈൻ ആണെന്ന്? പറ്റും. വെസ്റ്റേൺ, ഇൻഡോ വെസ്റ്റേൺ, എത്നിക്, പിന്നെ വെയറബിൾ അല്ലാത്ത ഡിസൈനുകൾ, അതായത് നോൺ വെയറബിൾ ആർട്ട് പോലെയുള്ളവയ്ക്കും അവസരമുണ്ട്. കൊള്ളാം. അപ്പോൾ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും, അതായത് എമേർജിംഗ് ഡിസൈനർ എന്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എസ്റ്റാബ്ലിഷ്ഡ് ഡിസൈനറോ? നല്ല ചോദ്യമാണ്. എമേർജിംഗ് ഡിസൈനർമാർ അവരുടെ ഐഡിയയുടെ ഫ്രഷ്നെസ്, അതിന്റെ ഒരു പൊട്ടൻഷ്യൽ, അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ശരി. എസ്റ്റാബ്ലിഷ്ഡ് ഡിസൈനർമാർക്ക് അവരുടെ ബ്രാൻഡിന്റെ ഒരു സ്റ്റോറി, ഇതുവരെയുള്ള വർക്കുകൾ, കിട്ടിയ അംഗീകാരങ്ങൾ, അതൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപേക്ഷ കിട്ടിയാൽ സാധാരണ ഒരു 12 തൊട്ട് 24 മണിക്കൂറിനുള്ളിൽ അവർ റിവ്യൂ ചെയ്തിട്ട് അറിയിക്കും. സെലക്ട് ആയാൽ പിന്നെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ. ഇനി എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള കാര്യം, ഇതിൽ പങ്കെടുത്താൽ എന്തൊക്കെയാണ് നേട്ടങ്ങൾ? ഗോവയിലെ ആ ഫാഷൻ ഷോ തന്നെയായിരിക്കും മെയിൻ അട്രാക്ഷൻ അല്ലേ? അതെ, അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഗോവയിൽ ഒരു പ്രൊഫഷണൽ റൺവേ ഷോ, നല്ല മോഡൽസ്, കൊറിയോഗ്രാഫി, ലൈറ്റിംഗ് എല്ലാം WDF അറേഞ്ച് ചെയ്യും. പിന്നെ പ്രധാനപ്പെട്ട മീഡിയ കവറേജ് ഉണ്ടാകും. ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യ ടുഡേ പോലുള്ള വലിയ മീഡിയ ഹൗസസ് ഒക്കെ ഉണ്ടാവും. അതൊരു വലിയ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. തീർച്ചയായും. പക്ഷേ ഗുണങ്ങൾ അവിടെ തീരുന്നില്ല. ഷോ കഴിഞ്ഞിട്ടും നേട്ടങ്ങളുണ്ട്. ഓഹോ, അതെന്തൊക്കെയാണ്? ഒന്ന്, WDFന് ഹയർ എ ഡിസൈനർ എന്ന് പറഞ്ഞൊരു മൊബൈൽ ആപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു വെരിഫൈഡ് പ്രൊഫൈൽ കിട്ടും. അപ്പോൾ ക്ലയൻസിന് നിങ്ങളെ നേരിട്ട് കണ്ടെത്താനും വർക്ക് തരാനും അത് ഹെൽപ്പ് ചെയ്യും. കൊള്ളാം, അത് നല്ലൊരു ഫീച്ചറാണല്ലോ. പിന്നെ ആഗ്രയിൽ WDFന് ഒരു ഹാൻഡ്ലൂം ക്ലസ്റ്റർ ഉണ്ട്. അവിടെ നിങ്ങളുടെ ഡിസൈനുകൾ വിൽക്കാനുള്ള ഒരു അവസരം കിട്ടും. ആഗ്രയില് അപ്പോൾ ടൂറിസ്റ്റുകളിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ടല്ലോ. അതെ. ഇന്റർനാഷണൽ ബയേഴ്സിലേക്കും എത്താം. പിന്നെ ഒരു കാര്യം, ഏകദേശം 80-ലധികം ഡിസൈൻ കോളേജുകളുമായിട്ട് WDFന് ടൈഅപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്റേൺസിനെ കിട്ടാനും പുതിയ ടാലന്റിനെ കണ്ടെത്താനും ഒക്കെ ഇത് സഹായിക്കും. വാവ്, ഇത് ഷോയിൽ മാത്രം ഒതുങ്ങുന്നില്ല, ശരിക്കും ഒരു ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം കൂടിയാണ്. അവാർഡ്സിന്റെ കാര്യമോ, ഡിസൈനർ ഓഫ് ദി ഇയർ ഒക്കെ? തീർച്ചയായും.
ഓരോ കാറ്റഗറിയിലും ഡിസൈനർ ഓഫ് ദി ഇയർ അവാർഡുണ്ട്. അത് നേടുന്നവർക്ക് പിന്നെ മീഡിയ അറ്റൻഷൻ കൂടും. ചിലപ്പോൾ വിക്കിപീഡിയ പേജ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. WDF മെമ്പർഷിപ്പും മറ്റ് ബെനിഫിറ്റ്സും വേറെയും കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ഡിസൈനുകളൊക്കെ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ നോക്കും? മെയിനായിട്ട് നോക്കുന്നത് ഒന്ന് ക്രിയേറ്റിവിറ്റി, എത്രത്തോളം പുതുമയുണ്ട്, ഇന്നൊവേഷൻ. പിന്നെ ടെക്നിക്കൽ സ്കിൽ, ആ ഡിസൈൻ എത്ര നന്നായി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്, അതായത് നിർമ്മാണത്തിലെ ആ ഒരു വൈദഗ്ധ്യം. ഫിനിഷിംഗ് ഒക്കെ. അതെ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കളക്ഷൻ കോഹീഷൻ. അതായത് നിങ്ങൾ അവതരിപ്പിക്കുന്ന ഡിസൈനുകൾ തമ്മിൽ ഒരു ചേർച്ച വേണം. ഒരു തീം അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യണം. അത് നിങ്ങളുടെ ഒരു ഡിസൈൻ ലാംഗ്വേജ് കാണിക്കുന്നു. ശരിയാണ്. ഒരു ബ്രാൻഡ് ഐഡന്റിറ്റിക്ക് അത് പ്രധാനമാണ്. തീർച്ചയായും. പിന്നെ സ്റ്റൈലിംഗ്, റൺവേ പ്രസന്റേഷൻ, ഇതൊക്കെ നോക്കും. എസ്റ്റാബ്ലിഷ്ഡ് ഡിസൈനർമാരുടെ കാര്യത്തിൽ ക്രിയേറ്റിവിറ്റിയുടെ കൂടെ അതിന്റെ ഒരു കൊമേഴ്ഷ്യൽ വൈബിലിറ്റി കൂടി നോക്കും. ഓക്കെ. ആരാണ് ജൂറിയിലുണ്ടാവുക? പ്രമുഖ ഫാഷൻ ഡിസൈനർമാർ, ഇൻഡസ്ട്രി എക്സ്പേർട്സ്, അങ്ങനെയുള്ളൊരു പാനലായിരിക്കും. ശരി. ഇത്രയും വലിയ അവസരങ്ങൾ തരുമ്പോൾ ഇതിൽ പങ്കെടുക്കാൻ എന്തായാലും ഒരു ഫീസ് ഉണ്ടാകുമല്ലോ. പാക്കേജുകളെക്കുറിച്ചൊന്ന് പറയാമോ? ഏകദേശം എന്തുവരും? അതെ, പാക്കേജുകളുണ്ട്. എമേർജിംഗ് ഡിസൈനർമാർക്കും എസ്റ്റാബ്ലിഷ്ഡ് ഡിസൈനർമാർക്കും വെവ്വേറെയാണ്. എമേർജിംഗ് കാറ്റഗറിക്ക് ഏകദേശം ഒരു 40,000 രൂപ മുതലാണ് തുടങ്ങുന്നത്. ഓക്കെ. എസ്റ്റാബ്ലിഷ്ഡ് കാറ്റഗറിക്ക് ഏകദേശം 60,000 രൂപ മുതൽ. ഇതിൽ തന്നെ പല പാക്കേജുകളുണ്ട്. സിൽവർ, ഗോൾഡ്, ഓൾ ഇൻക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞ്. സിൽവർ ഏകദേശം 44,999, ഗോൾഡ് 54,999, ഓൾ ഇൻക്ലൂസീവ് 64,999, അങ്ങനെ വരും. ഈ പാക്കേജുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രധാനമായും നിങ്ങൾക്ക് ഷോയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഡ്രസ്സുകളുടെ എണ്ണം, പിന്നെ കിട്ടുന്ന താമസ സൗകര്യം, മീഡിയ കവറേജ്, ഇതിലൊക്കെ വ്യത്യാസമുണ്ടാകും. കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റിലുണ്ടാകും. ഓക്കെ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ NDA 2025 എന്നത് ഡിസൈനർമാർക്ക്, പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നവർക്ക് അവരുടെ കരിയറിൽ ഒരു വലിയ സ്റ്റെപ്പ് എടുക്കാൻ സഹായിക്കുന്ന ഒരു ടോട്ടൽ പാക്കേജാണ് അല്ലേ? അതെ, വളരെ കൃത്യമായി പറഞ്ഞു. ഇതൊരു വെറും അവാർഡ് ഷോ ആയി കാണരുത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം, ബിസിനസ് ഗ്രോത്തിനുള്ള ടൂൾസ്, കണക്ഷൻസ് എല്ലാം ഇതിലുണ്ട്. പിന്നെ പുതിയ ആളുകൾക്കും എക്സ്പീരിയൻസ്ഡ് ആയവർക്കും ഒരുപോലെ അവസരം കൊടുക്കുന്നു എന്നതും എടുത്തു പറയണം. തീർച്ചയായും. ഇത് കേൾക്കുന്ന ഡിസൈനർമാർക്ക് ഇതൊരു നല്ല അവസരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. 2025 ഡിസംബറിലെ ഗോള ഇവന്റിനായി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ. അതെ. അപ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത. ഈ ഒരു നാഷണൽ പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഡിസൈൻ സ്റ്റൈലിനെ, നിങ്ങളുടെ ആ ഒരു യുണീക്ക് വോയിസിനെ എങ്ങനെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഈ അവസരം എങ്ങനെ മുതലാക്കാം? ഒന്ന് ആലോചിച്ചു നോക്കൂ.